ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുട്ടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്കൊരു കേക്കിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ കേക്കിൻ്റെ ഓർഡറാണ്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഓർഡറും കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ മിൽക്ക് പൗഡറും 2 പിഞ്ച് ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ്. ഇത് നമുക്ക് നല്ലതുപോലെ സീവ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായിട്ട് 2 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ബീറ്റ് ചെയ്യാം. നല്ലതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര കുറച്ചിട്ടതിന് ശേഷം മാത്രം നല്ലതുപോലെ ബീറ്റ് ചെയ്യാവുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടിയാണ്. അതും കൂടി ഇട്ടതിന് ശേഷം നല്ല ഫഫി ആകുന്ന വരെ നല്ലതുപോലെ ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സെപ്പറേറ്റ് വെച്ചിരിക്കുന്ന എഗ് യോക്സ് ഓരോന്നോരോന്നായിട്ടതിന് ശേഷം ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചിട്ടതിന് ശേഷം നല്ലതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ പാലാണ്. അതും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം 1/4 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബാറ്റർ ഓയിൽ ഗ്രീസ് ചെയ്ത ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. എന്നിട്ട് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാനിന് മുകളിലേക്ക് വെച്ചതിന് ശേഷം 30 മിനിറ്റ് ബേക്ക് ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 തവണയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു തവണത്തേക്ക് 2 ലെയർ കിട്ടി. അങ്ങനെ മൊത്തത്തിൽ 4 ലെയറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിത് ക്രീമൊക്കെ വെച്ച് നല്ലപോലെ സെറ്റാക്കാം. പിന്നെ ഞാനിവിടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ഷുഗർ സിറപ്പിൻ്റെ കൂടെ പാലും കണ്ടൻസ് മിൽക്കും കൂടെ മിക്സ് ചെയ്താണ്. അത് ഒഴിച്ച് കൊടുത്തിട്ട് ക്രീമൊക്കെ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അടുത്ത ലെയർ വെച്ച് ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്തെടുക്കാം. ക്രീമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാനിവിടെ സൈഡിൽ ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലവർ വരയ്ക്കുന്നത് വലിയ ഫ്ലവർ നോസിലുണ്ട്. 2 രീതിയിലുള്ള ഫ്ലവറാണ് ഞാൻ വരയ്ക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഹാപ്പി ബർത്ത്ഡേ നേരുന്ന പൈപ്പിംഗ് ജെല്ലാണ്. ആ പൈപ്പിംഗ് ജെല്ലിലേക്ക് കുറച്ച് പിങ്ക് ഫുഡ് കളർ ഒഴിച്ച് മിക്സ് ചെയ്തതാണ്. പിന്നെ കുറച്ച് ഡെക്കറേഷൻ വേണ്ടിയായിട്ട് പൈപ്പിംഗ് ജെല്ല് ഞാൻ ചുമ്മാ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ പൂവിൻ്റെ ഇടവിട്ട് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഹേർട്ട് ഷേപ്പിലുള്ളത് വെച്ചെടുക്കുകയാണ്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.